കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഇന്ന് വിദഗ്ധ പരിശോധന നടക്കും. 3 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. വെന്റിലേറ്റർ ലഭ്യമാകാത്തതും പുക ശ്വസിച്ചതുമാണ് 3 പേരുടെ മരണത്തിനിടയാക്കിയതെന്ന് ടി സിദ്ദിഖ് MLA പറഞ്ഞു. നേരത്തെ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നവരാണ് മരിച്ചതെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KG സജീത് കുമാർ പറഞ്ഞു. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അഭി, വളരെ ദുഃഖകരമായ വാർത്തയാണ് അഭിക്ക് പങ്കുവെക്കാനുള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഏതാണ്ട് ഒരു രാത്രി സമയത്താണ് ഈ വാർത്ത പുറത്തുവരുന്നത്. ആ സമയത്ത് ആദ്യഘട്ടത്തിൽ ഇത് UPS നിന്നുണ്ടായ ഒരു തീപിടുത്തം എന്ന രീതിയിലൊക്കെ വന്നു. വലിയ കാഷ്വാലിറ്റികളൊന്നും ഉണ്ടാവില്ല എന്ന വാർത്തകളൊക്കെ ആദ്യം വന്നിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ മരണം സംഭവിക്കുന്നത്. 3 പേരുടെ എന്താണ് ഉണ്ടായത് എന്ന് വിദഗ്ധമായി അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം നടപടികളിലേക്ക് ഇന്ന് കടക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഇവരുടെ സംസ്കാരമൊക്കെ അതൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മരണങ്ങൾ സംഭവിച്ചത് ആശുപത്രിയിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ടാണ് എന്നതിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു ആരോപണമായി ഇന്നലെ നിലനിൽക്കുകയും പിന്നീട് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ അത് തള്ളിക്കളയുകയും ചെയ്തതാണ്. കാരണം 4 പേരുടെ മരണമാണ് സംശയമായി ഉന്നയിച്ചത്. അതിൽ ടി സിദ്ദിഖ് MLA ആയിരുന്നു ആദ്യം ഒരു പ്രതികരണം നടത്തിയത്. ഹോസ്പിറ്റലിൽ പുക ഉണ്ടാകുന്നു, അതിനെ തുടർന്ന് പുറത്തേക്ക് രക്ഷപ്പെടുന്നതിനിടെയാണ് ഈ മരണങ്ങൾ ഉണ്ടായത് എന്നുള്ളൊരു ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചു. പിന്നീട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എത്തിയാണ് അതങ്ങനെയല്ല, നേരത്തെ തന്നെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചതാണ് ഈ 4 പേരെ. അവർ ഈ പുകയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ടല്ല അവരുടെ മരണമുണ്ടായത്. അവർ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഗുരുതരാവസ്ഥയിൽ ഇവിടേക്ക് എത്തിയതാണ് എന്നുള്ളൊരു വിശദീകരണം നൽകുകയായിരുന്നു. ഏതായാലും ഈ 5 പേരിൽ ഒരാൾ സ്പോട്ട് ഡെത്ത് ആണ്. തുടർന്ന് 4 പേരെയാണ് ഈ സംഭവത്തിന് ശേഷം കാഷ്വാലിറ്റിയിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റിയത്. അതിൽ ഒരാൾ വിഷം കഴിച്ച് മരിച്ചതാണ്. അങ്ങനെ ഈ സ്പോട്ട് ഡെത്ത് നടന്നതും ഈ വിഷം കഴിച്ച് മരിച്ചതും ഉൾപ്പെടെ 2 പേരുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഒരു ഉറപ്പുണ്ടായിട്ടുള്ളത്. അത് പോസ്റ്റ്മോർട്ടം അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി നടക്കുകയും ചെയ്യും. മറ്റു 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടക്കണമെങ്കിൽ കുടുംബത്തിന്റെ പരാതി ഉണ്ടാവേണ്ടതുണ്ട്. കുടുംബം ഇക്കാര്യത്തിൽ ഒരു പരാതി ഉന്നയിക്കുകയാണെങ്കിൽ ഇവരുടെയും പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഇന്നലെ നൽകിയ ഒരു പ്രതികരണം. ഏതായാലും ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് തന്നെ പറയാം. ഇതെങ്ങനെയുണ്ടായി, ഈ പുക ഉയർന്നത്, ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തി എന്നതിൽ കൃത്യമായൊരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പ്രാഥമികമായ ഒരു പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധരും ഒക്കെ തന്നെ നൽകിയൊരു മറുപടി, ഈ CT സ്കാൻ റൂമിലെ UPS ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, അങ്ങനെയാണ് ഇങ്ങനെ വലിയൊരു പ്രശ്നം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും അത് അങ്ങനെ തന്നെയാണോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ പുക ഉയരുന്നതിന്റെ പുറകിലുണ്ടോ എന്നതിലൊക്കെ നമുക്ക് ഇന്നൊരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ തന്നെ ഈ വിദഗ്ധ സംഘത്തിന്റെ ഒക്കെ പരിശോധന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ ഈ പുതിയ ബ്ലോക്ക്, അതായത് കാഷ്വാലിറ്റി PMSSY ബ്ലോക്ക് സീൽ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പ്രവേശനമില്ല. കഴിഞ്ഞ ദിവസം തന്നെ അവിടെയുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ ഒക്കെ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. അത് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊക്കെ ഇന്ന് കടക്കും. മുഴുവൻ പേരെയും ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തുടക്കത്തിൽ തന്നെ ഒരു ആശങ്ക നിലനിന്നിരുന്നു, ഇതൊരു പക്ഷേ തീയായി മാറുമോ, തീപിടുത്തത്തിലേക്കൊക്കെ ഇത് വ്യാപിക്കുമോ എന്നതടക്കമുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. പുക ഉയരുന്നതാണ് ആദ്യം ഈ ആശുപത്രിയിലുള്ളവർ, അവിടേക്ക് എത്തിയവർ കണ്ടത്. പിന്നാലെ അവർ എല്ലാവരും തന്നെ ഭയപ്പെട്ട് ആശുപത്രിക്ക് പുറകിലേക്ക് ഓടി. രോഗികളെ മറ്റാശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലും ബീച്ച് ആശുപത്രിയിലും ഒപ്പം മെഡിക്കൽ കോളേജിൽ തന്നെ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലങ്ങളിലേക്ക് ഈ രോഗികളെയൊക്കെ ഉടൻ തന്നെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങളെ ചെന്നുകൊണ്ട് എത്തിക്കാതിരുന്നത്. പിന്നാലെയാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജീവൻ രക്ഷാ കേന്ദ്രങ്ങളാണല്ലോ ആശുപത്രികൾ. അപ്പോൾ ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കാനെത്തുന്നവരുടെ ജീവൻ പൊലിയുന്നു. അത് ഏത് കാരണം കൊണ്ടാണെങ്കിലും അത് ന്യായീകരിക്കാനാവില്ല. പക്ഷെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ചില ന്യായീകരണങ്ങൾ വരുന്നുണ്ട്. ഈ മരിച്ചവരുടെ ബന്ധുക്കൾ അവരെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കൃഷ്ണ, അതിലിപ്പോൾ ചില ആരോപണങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്ത് ഉയരുന്നുണ്ട്. അതിലൊന്ന് വയനാട് കോട്ടപ്പടി സ്വദേശിയായ നസീറയുടെ കുടുംബമാണ്. ഈ നസീറയെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ടി സിദ്ദിഖ് MLA ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയർത്തിയിരുന്നത്. കാരണം വിഷം കഴിച്ചാണ് നസീറയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു. പിന്നീട് അവർ സുഖം പ്രാപിച്ചു. തുടർന്ന് ഈ അപകടം ഉണ്ടായ സമയത്ത് അവർക്ക് കൃത്യമായി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു.
കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇവരുടെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ടി സിദ്ദിഖ് MLA പറഞ്ഞിരിക്കുന്നത്. കുടുംബവും സമാന രീതിയിലുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇവരുടെ ആരോഗ്യം മെച്ചപ്പെട്ട് വന്നിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ ഏതാണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതാണ്. പക്ഷേ പിന്നീട് ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി അത് വഷളാകുന്നു. അങ്ങനെയാണ് അവരുടെ മരണം സംഭവിച്ചത് എന്നാണ്, അതായത് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പോസ്റ്റ്മോർട്ടം അടക്കം കഴിയുമ്പോൾ മാത്രമേ നമുക്കതിലൊരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ UPS കത്തിയതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലും പരിശോധനയുണ്ടാകും. അതിനുശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൃത്യമായൊരു അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഏതായാലും മറ്റ് ആശുപത്രികളിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബീച്ച് ആശുപത്രിയിലൊക്കെ ആൾക്കാരെ, ഇവിടെ നിന്നുള്ള രോഗികളെ മാറ്റിയിട്ടുണ്ട്. സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്. കൃത്യമായ പരിചരണം ഉറപ്പുവരുത്തും എന്നുകൂടി നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അധികൃതർ. കൂടാതെ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഒരു സംഘം 2 ദിവസത്തേക്ക് ബീച്ച് ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് സർവ്വമേഖലകളിലും കൃത്യമായ സജ്ജീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റ് വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതെ തന്നെ ഇതിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ കാഷ്വാലിറ്റി എങ്ങനെ പ്രവർത്തിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിലും വരും മണിക്കൂറുകളിൽ അക്കാര്യത്തിലും നമുക്കൊരു വ്യക്തമായ ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിലവിൽ അവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സീൽ ചെയ്തിട്ടുണ്ട്. കാഷ്വാലിറ്റി ഇനിയിപ്പോൾ ഗുരുതരാവസ്ഥയിലൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് വരികയാണെങ്കിൽ, കാരണം മെഡിക്കൽ കോളേജിന് ഏറ്റവും അധികം ആശ്രയിക്കുന്ന, മലബാറിൽ തന്നെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. അപ്പോൾ അതിനുകൂടി വേണ്ട ഒരു സംവിധാനം എങ്ങനെയാണെന്ന് നമുക്ക് ഇന്ന് തന്നെ അല്പസമയത്തിനകം വ്യക്തമാകും. പ്രജിത്ത്. യെസ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ചേച്ചി, ഈ പറയുന്ന പോലെ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരുപാട് വാർത്തകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ അതിലൊക്കെ നമ്മൾ ഞെട്ടുന്നതുമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇതും കോഴിക്കോട് ആണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ UPS റൂമിലൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തം, അത് പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഇന്നലെ എന്തുകൊണ്ട് അത് പെട്ടെന്ന് അണയ്ക്കാൻ കഴിഞ്ഞില്ല? പിന്നെ ഉണ്ടായിരുന്ന പുക, അതിൽ നിന്ന് എങ്ങനെയാണ് ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് പുക വ്യാപിച്ചത് എന്നൊക്കെയുള്ളതിൽ ഒരു വിശദമായ അന്വേഷണം ആവശ്യമുണ്ട്. അതെ, കാരണം നമ്മൾ എല്ലാം 100% വിശ്വസിച്ചാണ് നമ്മുടെ ഒരു സ്വകാര്യ ഇടമല്ലാത്ത ഒരു പൊതു ഇടത്തിൽ പോയി, ജീവൻ രക്ഷാ കേന്ദ്രത്തിൽ പോയി നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിലുള്ള നമ്മുടെ ജീവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു പ്ലാൻ B എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. കാര്യത്തിൽ ചിന്തയും ഇതിലൊരു വിശദീകരണവും നിഗമനങ്ങളും ഒക്കെ വരേണ്ടതായിട്ടുണ്ട്.